അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. കുറേ നാളുകൾക്ക് മുൻപ് കുട്ടികളിൽ മാധ്യമ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ്സിന് ശേഷം മാതാപിതാക്കളോടൊത്തുള്ള ചർച്ചയ്ക്ക് സമയമായി. അവർ പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചു, ഞാൻ പല ചോദ്യങ്ങളും അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളെ മാധ്യമത്തിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു കുടുംബനാഥൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു മകനേ ഉള്ളൂ, അവൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സത്യം പറയാം, അവൻ എൻ്റെ കൈവിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കുട്ടികൾ നമ്മുടെ ശിക്ഷണം സ്വീകരിച്ച് വളരണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? സ്നേഹപൂർണമായ നമ്മുടെ സ്വാധീന വലയത്തിലായിരിക്കണം അവർ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം നമുക്ക് അവരോടും അവർക്ക് നമ്മോടും ഉണ്ടാകണം. കൗൺസിലിംഗ് നടത്തുമ്പോൾ, അതിൻ്റെ തിയറികൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൗൺസിലിങ്ങിനായി വന്നിരിക്കുന്ന ആളിന് കൗൺസിലറോട് ഒരു ബന്ധം തോന്നണം, ഒരടുപ്പം തോന്നണം എന്ന്. അതിന് തെറപ്യൂട്ടിക് റാപ്പോ എന്നാണ് പറയുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവരിൽ നന്മ തന്നെയാണുള്ളത്. നന്നായി വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നാം, അപ്പനും അമ്മയും, അവർക്ക് ശിക്ഷണം നൽകുമ്പോൾ നമുക്ക് അവരുടെ മേൽ സ്വാധീനമുണ്ടാകണം, സ്നേഹപൂർണമായ സ്വാധീനമുണ്ടാകണം. ഇത്തരത്തിലുള്ള സ്നേഹപൂർണമായ സ്വാധീനം മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ഇല്ലാതെ വരുമ്പോൾ മാതാപിതാക്കളുടെ വാക്കുകൾ മക്കൾ ചെവിക്കൊണ്ടു എന്ന് വരികയില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് രൂപം നൽകിയ കർത്താവേ, മക്കളെ മാതാപിതാക്കൾ നയിക്കുമ്പോൾ മക്കളുടെ മേൽ സ്നേഹപൂർണമായ സ്വാധീനം അവർക്കുണ്ടാകാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.